ഇനി നമ്മൾ അമിനീഷ് നൗഷാദിൻ്റെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അവർ ഡിയറസ്റ്റ് അമരീഷ്, ദ ഓസ്കാർ വിന്നർ. ഹായ് അമരീഷ്. അമരീഷ് വളരെ ബിസിയായ ഒരാളാണ്, എന്നിട്ട് നമ്മളുടെ കൂടെ ഇൻ്റർവ്യൂ ഒക്കെ സമ്മതിച്ചു. താങ്കളുടെ തിരക്കിൽ നിന്നും വളരെ അധികം സമയം ഒട്ടുമില്ല സത്യത്തിൽ, എന്നിട്ടും അദ്ദേഹം ഞങ്ങളുടെ ഇൻ്റർവ്യൂ സമ്മതിച്ചിരിക്കുകയാണ്. യെസ് അമരീഷ്, എന്തെങ്കിലും ഈ നാടിനെ കുറിച്ച് പറയാമോ? ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട നാടാണ്. പ്രിയപ്പെട്ട നാടാണ്. പിന്നെ ഞാൻ ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത്. കൊച്ചിലെ മുതൽ കുറേ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാനാണ്, എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഓരോ തോന്നലുകളാണ് വരുന്നത്, പഴയ ഓർമ്മകൾ അയവിറക്കും. ഈ ഗ്രാമം ഡെവലപ്ഡായി, അതായത് കുറേ സിറ്റീസ് ടൗൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും തോന്നുന്നത്? എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നും. അതെന്താണ്? കാരണം ഇതിൻ്റെ പ്രകൃതി ഭംഗി അപ്പാടെ നശിക്കപ്പെട്ടിരിക്കും. പ്രകൃതി ഭംഗി അപ്പാടെ നശിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഭയങ്കര വെയിൽ, പക്ഷേ അതിനേക്കാൾ ഭംഗിയുള്ള നെൽപ്പാടങ്ങൾ, കപ്പത്തോട്ടങ്ങളൊക്കെ കാണാം. അപ്പം താങ്കൾക്ക് ഇതാണോ ഇഷ്ടം, ഡെവലപ്ഡ് സിറ്റീസ്? താങ്കളെ ഇതാണോ കഥ എഴുതാൻ സഹായിച്ചത്, അതോ ഇവിടെ നിന്നുള്ളൊരു മാറ്റമായിരുന്നു? അമിനീഷ് നൗഷാദ് എത്ര വലിയ ആളായാലും തൻ്റെ നാട്ടിലെ സൗന്ദര്യം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഈ കഥ എഴുതാൻ സഹായിച്ചത് ഈ ഗ്രാമമാണെന്നുള്ള ആ അഫെക്ഷൻ അമിനീഷ് നൗഷാദിന് ഇപ്പോഴുമുണ്ട്. അമിനീഷ് നൗഷാദ് തൻ്റെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ വാക്കുകൾ കിട്ടാറില്ല. ഈ പാടവരമ്പുകളും എല്ലാം അമിനീഷ് നൗഷാദിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഏറെ കൊയ്ത്തുകാരും, എന്തിന് 1, 2, 3, 4 വയസ്സുള്ള കുട്ടികൾ പോലും ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലത്തൂടി കളിക്കാൻ വളരെയധികം ആശപ്പെടുന്നു. ശ്യാമസുന്ദര കേരകിടാര ഭൂമി. നമസ്കാരം. വേൾഡ് ഫിലിം ഹിസ്റ്ററിയിൽ തന്നെ ഇതുവരെ കാണാത്ത ഒരു വിന്നർ, ആദ്യമായി തന്നെ, അതായത് വേൾഡ് ഫിലിം ഹിസ്റ്ററിയിൽ ദ യങ്ങസ്റ്റ് വൺ ഹു വൺ ദ ഓസ്കാർ അവാർഡ് ഇൻ ദ സ്മോളർ ഓർ ദ ഷോർട്ട് ഏജ്. നമ്മൾ എല്ലാവരും ചെറുപ്പത്തിലേ തൊട്ട് അറിഞ്ഞു വളർന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ഒരു പെട്ടെന്ന് ആയിരുന്നു ഇദ്ദേഹം ഉദിച്ചൊരു ഓസ്കാർ അവാർഡ് നോമിനേഷൻ പോയത്. And he's the youngest one who won the Oscar award for the first time. So here we have Amrish Naushad with us to talk something about his concurrence on winning. Yes, Amrish Naushad. ഇതാണ് നമ്മളുടെ വിന്നർ അമരീഷ് നൗഷാദ്. ഇറ്റ്സ് എ ബിഗ് ന്യൂസ്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അമരീഷാണ് ഇത്തവണത്തെ ഓസ്കാർ അവാർഡ് വിന്നർ. ആൻഡ് ഇന്ത്യയിൽ നിന്നും വളരെ റെയറായിട്ടാണ് അവാർഡ്സ് നോമിനേഷൻ പോകുന്നത് തന്നെ. ഇറ്റ്സ് എ ബിഗ് തിങ്. ബട്ട് ഒരു യങ് ആണെന്നുള്ള നിലയിൽ നമുക്ക് ഒത്തിരി അപ്രീസിയേറ്റ് ചെയ്യണം. അമരീഷിന് ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു ഓസ്കാർ അവാർഡ് വിൻ ചെയ്യാൻ സാധിച്ചു. സോ നമുക്ക് അമരീഷിനോട് ചോദിക്കാം എങ്ങനെ ഇത് സാധിച്ചു. ഓക്കെ. Okay, first I thank you people who saw this for so many supporting me in this award. And I don't think that I am a big man. This is a Malayalam show. That's why I am speaking. Okay, continue. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അവാർഡ് കിട്ടും. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം എടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം എടുത്താൽ ശ്രദ്ധിക്കത്തില്ല. എത്ര വയസ്സിലായിരുന്നു താങ്കൾ ഷോർട്ട് ഫിലിം എടുത്തത്? ഇൻസൈറ്റ് ഐ ആൻഡ് ഐ, ദ ടോർച്ച് ലൈറ്റ് ഒക്കെ. അപ്പം ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒരു 14 വയസ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക്
you were finding your talents. Yeah. I'm also happy with my talents. Okay. And then And how you developed it? I don't know Who helped you the most to know to who encouraged you the most? for my father, my cousin, his cousin, and his mother. Yes, her mother. When I went to English, താങ്കൾ മെന്റലാന്നത് എന്തെങ്കിലും മെന്റലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ മെന്റലാണ്. So, can we publish some videos which is related to this? Yeah. Your younger age, some videos in 14 and 16 ages, Yes. that fighting alone in the air. Yeah, right. And he was when he was small, he used to fight in the air at like Chapan Kuresh done, and Yeah. that's how about it. And we'll be right back. This is my Oscar. Yeah, this is his Oscar.